ആദില നൂറയും ഷാരികയും തമ്മിലുള്ള മോർണിംഗ് ആക്ടിവിറ്റി, അതായത് ആ ഒരു ഡിബേറ്റിൽ ഷാരിക പുറത്തായിരിക്കുകയാണ്. അതായത് വിജയിച്ചിരിക്കുന്നത് ആദില നൂറയാണ്. വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഡിബേറ്റിൽ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചത് ആദില നൂറയാണ്. ആദിലയ്ക്കും നൂറയ്ക്കും 10ഓളം വോട്ടുകൾ കിട്ടി. ഷാരികയ്ക്ക് 4-5 ആൾക്കാർ മാത്രമാണ് കൈ പൊക്കിയത്. അതായത് ഷാരികനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൈ പൊക്കിയത്. ബാക്കി എല്ലാവരും തന്നെ ആദില നൂറേനെയാണ് സപ്പോർട്ട് ചെയ്തത്. എന്തുകൊണ്ടും ആദില നൂറയെക്കാളും ബാഡ്ജ് ഷാരികയാണ് അർഹിക്കുന്നത് എന്ന് ഷാരികയ്ക്ക് സംസാരിച്ച് വരുത്തി തീർക്കാൻ സാധിച്ചില്ല. ഡിബേറ്റ് ചെയ്ത് വാദങ്ങൾ നടത്തി വിജയിക്കാൻ കഴിവുള്ള ഷാരികേനെയാണ് ആദ്യം തന്നെ അവർ സെലക്ട് ചെയ്ത്. സംസാരിക്കാൻ നല്ല കഴിവുള്ള ആളായതുകൊണ്ട് തന്നെയാണ് ഷാരികേനെ ഒരു 3 പേരിൽ സംസാരിക്കാൻ വിട്ടതിൽ ഒരാളായിട്ട് സെലക്ട് ചെയ്തത് തന്നെ. എല്ലാവരും പ്രതീക്ഷിച്ചത് ഷാരിക സംസാരിച്ച് ഞെട്ടിച്ച് ഷാരിക തന്നെ ആ ഒരു ഡിബേറ്റ് വിൻ ചെയ്യുമെന്നാണ്. പക്ഷേ ഷാരിക സംസാരിച്ചു, വാതോരാതെ തന്നെ സംസാരിച്ചു. പക്ഷേ പോയിന്റുകൾ വളരെ കുറവായിരുന്നു. ആദില നൂറയാണ് കൂടുതലും പോയിന്റുകൾ പറഞ്ഞ് എന്തുകൊണ്ടാണ് അവർ അർഹിക്കുന്നു എന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കണം കൂടുതൽ വോട്ടുകളും ആദില നൂറയ്ക്ക് പോയത്. ഷാരിക ഡിസപ്പോയിൻ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും സംസാരിച്ച് വൈറലായ ഒരു വ്യക്തി സംസാരത്തിൽ തോറ്റുപോവുക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഇത് അൾട്ടിമേറ്റ്ലി ഈ ഒരു ഗെയിം അല്ല ഒന്നും ഡിസൈഡ് ചെയ്യുന്നത്. എങ്കിൽ പോലും അവരെക്കാളും കൂടുതൽ പോയിന്റുകൾ പറയാൻ സാധിച്ചില്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.